ട്രാഫിക് കോപ്പിറൈറ്റ് ആവും. കാരണമാണ് തോന്നല്ലോ കൊള്ളാൻ തന്നെ. ആദ്യം കളിച്ചത് എനിക്ക് അത്ര പക്ഷി തോട്ടക്കാരനായിട്ട് ബീച്ചൊക്കെ വെച്ച് പാറരല്ലേ കൂടെ
കാണുമായിരുന്ന അതിങ്ങനെ പോണ കാണാൻ പറ്റുമായിരുന്നു. ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്ന ഇതിൽ കൂടെ വന്നില്ലെങ്കിൽ ഇതിൽ കൂടെ നടന്നോണ്ട് നീ അറിയായിരുന്നു. ജീവിതത്തിൽ എനിക്ക് അറിയാൻ പറ്റൂല. ഈ പോണ ആൾ ഇങ്ങനെ അങ്ങോട്ട് പോയി നിങ്ങളറിയാമോ? ഇതുപോലെയൊക്കെ തന്നെ പിന്നെ എന്താണ് ഇടയ്ക്കൂടെ പൊക്കം കാണും, അത്രേ ഉള്ളൂ. കോഴിക്കോട് പാറമുളക് എനിക്കറിയില്ല. നമ്മൾ അങ്ങോട്ടാണ് പോയത്. എവിടെയാണ് ചെല്ലണമെന്ന് അറിയാൻ പറ്റില്ല. ഇതേ കുന്നട അവിടെ എങ്ങനെ ചെന്ന് കയറി പോയിട്ട് സ്കോട്ട്ലൻഡ് പ്രാവശ്യം പോയാണ്. നമ്മൾ സ്കോട്ട്ലൻഡിൽ പോയേ. ഏത് സ്കോട്ട്ലൻഡിൽ പോയപ്പോഴേ ഒരു സ്ഥലത്ത് നമ്മൾ ഇന്നലെ ഗൂഗിൾ മാപ്പ് വെച്ച് പോയി. എന്നൊരു കാട്ടിൻ്റെ നടുക്ക് എന്ന് കയറി എങ്ങോട്ടും പോകാൻ വയ്യ. എന്നിട്ട് നമ്മളൊരു ഇറക്കം ഇറങ്ങിപ്പോയി. അപ്പം നമ്മൾ ഇനി തിരിച്ച് ഇതുവഴി വരാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഇറങ്ങി ഇതുപോലത്തെ സ്ഥലത്തെ ഇറങ്ങിപ്പോയി വണ്ടി. പിന്നെ ഇത് 4x4 ആയത് കാരണേ കുറച്ചുകൂടെ പവറുള്ള കാരണേ ഓടി Q3 അല്ലേ, അതുകൊണ്ട് കയറി വരും. എന്നാലും നമുക്കൊരു പേടി. എന്നിട്ട് ആഴം ഇറങ്ങി ചെന്നിട്ട് അവിടെ തിരിച്ചു ഡെസ്റ്റിനേഷൻ അവിടെ ചെന്നപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്കിൻ്റെ അപ്പുറ സൈഡിലാണ്. അത് അപ്പുറത്താണ്, മറ്റേ റോഡിൽ കൂടെ വരണമായിരുന്നു. ഇത് എൻ്റെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിക്കൊണ്ടുപോയി. നമ്മളിങ്ങനെ ഇതിലെ കൂടെ വണ്ടി പോയാൽ നോക്കിയിട്ട് ചോദിക്കുകയും ചെയ്യും, ഈ വണ്ടിയൊക്കെ പോണേ അതിലെ കൂടെ ഇങ്ങോട്ടാണ് അവിടെ നിർത്തി ചോദിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, ആറ്റിങ്ങിലോട്ട് പോണ വഴിയാണ്. അതാണ്ട പാറ ആയിരിക്കണം പാറ. മുകളിൽ വെച്ചിട്ടാണ് എല്ലാം കൂടെ
വെച്ചിരുന്നാൽ മുകളിലോട്ട് കാണുന്ന നോർത്താണ്. ഇതിപ്പോൾ നമ്മളുടെ ഡയറക്ഷനിലാണ് അതിരിക്കുന്നത്, മനസ്സിലായോ? ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നോർത്ത് എന്നുള്ള മാറ്റണം. മറ്റേ ട്രൂ നോർത്ത് നീ വെച്ചേക്കാണ് ആയിരുന്നു. ട്രൂ നോർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ നോർത്ത് എങ്ങോട്ടാണോ അത് വെച്ചിട്ട് കാണിച്ചോണ്ടിരിക്കും. അപ്പോൾ നീ എങ്ങനെ അറിയണത്? നോർത്ത് അറിയാൻ വേണ്ടി നോക്കണോ? ഇതാണിപ്പോൾ നീ പോണ ഡയറക്ഷൻ. ഇപ്പോൾ ഇവിടെ ചെന്നിട്ട് ലെഫ്റ്റിലോട്ട് തിരിയണമെങ്കിൽ ലെഫ്റ്റിലോട്ട് തന്നെ തിരിയാൽ മതി. നമ്മൾ ഇവിടെയൊക്കെ കാണുന്നവരപ്പോഴായിരിക്കും ഇവരൊക്കെ കാട്ടിൻ്റെ ഇടയിൽ താമസിക്കുന്നത്. ഇവർ ആക്ച്വലി സിറ്റിയുടെ അടുത്താണ്. നമ്മളൊക്കെ എല്ലാം കാട്ടിൻ്റെ അടുത്ത്. അതുകൊണ്ട് മറ്റേ ചെളി മറ്റേ ഇത് അടിക്കണം. സ്ഥലം കുറേ ആൾക്കാരല്ലേ കടയൊക്കെ അവരൊക്കെ ഇവിടെ. നമ്മളിപ്പോൾ മധുര പോയ ഇവരൊക്കെ മധുര വന്നു കഴിഞ്ഞാൽ അപ്പോഴും ഏതോ പുതാമി കിടക്കുന്ന ഒരു സ്ഥലം, കുറേ കടയായിട്ട് അവിടെ രണ്ടു നേരം. ഇതാണ് ഈ ജസ്റ്റ് NH-ൻ്റെ ഒക്കെ അടുത്തുള്ള സ്ഥലം. NH-ൻ്റെ MC-നെ ഉണ്ടാക്കിയുള്ള സ്ഥലം. അതല്ല വേങ്ങോട് മറ്റേ തോന്നലേക്കൊക്കെ അടുത്തുള്ള സ്ഥലം. തോന്നക്കലാണ് ഇത് കണ്ടോ, കുടുംബശ്രീ. ഇതുവഴി തോന്നക്കൽ എത്ര അടുത്താ? നമ്മൾ ആറ്റിങ്ങ വഴിയൊക്കെ എന്ത് ചുറ്റിയാണ് പറഞ്ഞത്. ഇവിടെയാണ് മറ്റേ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്. ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ടല്ലേ പറഞ്ഞത്. ഇത് തോന്നക്കലെത്തി നമ്മള്. ഇത്ര അടുത്താ തോന്നക്കില്ല. അല്ല വേങ്ങോടല്ലേ വേങ്ങോടെത്തി കാര്യം. നമ്മൾ തോന്നിക്കലൊക്കെ വരണമെങ്കിൽ ആറ്റിങ്ങ വഴി ചുറ്റിക്കറങ്ങി വരുമ്പോഴേ സമയം എടുക്കുന്നറിയാം. അപ്പോൾ അത് തന്നെ അവിടെ എന്നാലും ചുറ്റാണ്. പാലക്കാട് വഴി ചെമ്പകമംഗലം വഴി ഇറങ്ങി ഞാൻ മന്ത്രിയുള്ള ആറ്റിങ്ങ വരുമ്പോൾ പറഞ്ഞതല്ലേ അത് വഴി. മറ്റേ ബസ് കിട്ടാത്തപ്പോൾ അതുവഴി പാലക്കാട് വഴി ഇറങ്ങി. പിന്നെ ബസ്സില്ല. പിന്നെ ഇത് ബസ്സുള്ള റൂട്ടല്ലേ പിന്നെ ഇത്. ഇപ്പം നമ്മൾ വന്ന് കാട്ടിൻ്റെ ഇടയിൽ കൂടെ അതിലെ കൂടെ കാണുമല്ലോ. പാറയ്ക്കൽ നിന്ന് ഇങ്ങോട്ട് കാണുമല്ലോ. ചിലപ്പോൾ കാണുമായിരിക്കും അല്ലേ. ഞാനിവിടെ നിന്ന് പാറയ്ക്കൽ വരെ എത്തും. പാറയ്ക്കൽ നിന്ന് ഇങ്ങോട്ട് 1-2 ബസ്സല്ലേ, 1-2 തന്നെ. റീസെൻ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്യടാ താഴത്ത്. അപ്പോൾ കറക്റ്റ് താഴെ നോക്കണല്ലോ. അത് മറ്റേ കാർ എവിടെ എത്തിയിരിക്കുകയുള്ളൂ. ഇതിന് വലുതാക്കണം. ഇവിടത്തില്ലാത്തൊരു നിവിൻ പോളിയുടെ പണ്ടത്തെ ഒരു സിനിമയാണ്. ഇവിടത്തെ പോലില്ലാത്ത സിനിമയായി. പക്ഷേ റീസെൻ്റർ ചെയ്ത് വെച്ചേടാ. കറക്റ്റ് തീയുള്ള തലം വരുമ്പോൾ പറയത്തില്ല.
എടുക്കാൻ പോയില്ലേ, കേസ് എടുക്കാൻ കാസറ്റ് എടുക്കാൻ പോയപ്പോഴില്ലേ ഞാൻ ഇങ്ങനെ പോയിക്കണം. പക്ഷേ ക്യാമറ എടുത്തില്ലായിരുന്നു ആ സമയത്ത്. ഒരു കെട്ടിയോളും ഇങ്ങനെ ബൈക്കിൽ അങ്ങോട്ട് പോവുകയാണ്. ഒരു സ്ഥലത്ത് വെള്ളം കെട്ടി കിടക്കണം. അവിടെ ഒരു കാർ സ്പീഡ് അടിച്ച് മൊത്തം വെള്ളം. അവർ എന്നിട്ട് അവരിങ്ങനെ എന്നൊക്കെ ആക്കിയിട്ട് അവിടെ ഇങ്ങനെ പോകണുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ആ കാറുകാരെ കൊണ്ട് നിർത്തി. അവർ കണ്ടില്ല. അവർ ഇങ്ങനെ തെറിയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയപ്പോഴേ കാറിനെ പതുക്കെ അവിടെ കൊണ്ട് സ്ലോ ആക്കി. കാര്യം അവർക്ക് അറിയാതെ പറ്റിപ്പോയതാണ്. പക്ഷെ അവരങ്ങോട്ടും ഞാനത് വീഡിയോ ഓണല്ലായിരുന്നു. നമ്മൾ വന്നിട്ടുള്ള സ്ഥലങ്ങളല്ലേ നമ്മൾ തൊട്ട് എത്ര 5-5 അല്ല 15 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള സ്ഥലങ്ങളല്ലേ. ലെഫ്റ്റിലോട്ട് സൈനും വെച്ചിട്ട് അല്ല, പക്ഷെ മംഗലപുരം എന്നാണ് ഇവിടുത്തെ സ്ഥലത്തിന്റെ പേര്. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെ മംഗല സെയിം സ്പെല്ലിംഗ് ആണ്. എന്നിട്ട് ആരാധന എഴുതിയപ്പോൾ മംഗലാപുരം എന്ന് എഴുതി വെച്ചിരിക്കുന്നു. എന്താണ് എന്താ പറഞ്ഞ കീഴാവൂർ ഇങ്ങോട്ടാണോ പോകുന്നത്? റൈറ്റോട്ടാണോ? നമ്മൾ വെഞ്ഞാറോട്ടിൽ നിന്ന് വരുമ്പോൾ എവിടെ വന്ന് കയറുന്ന സ്ഥലമാണ് സ്ഥലം? അമ്പലം, വെള്ളയമ്പലം.
ഇതല്ലേ ഇതല്ലേ കണിയാപുരത്തോട്ട് പോണതേ ഉള്ളൂ, പോത്തൻകുളം എത്തിയേ ഉള്ളൂ. നമ്മൾ ബ്ലോക്കൊന്നും ഇല്ലാത്ത സ്ഥലത്തിലാണ് പോകണം. പാറമുകളുടെ റൂട്ട്. ഗ്യാസ് ഇട്ട് ഞാൻ വേണമെങ്കിൽ ആര് വിളിച്ചു എത്തിയ എത്തിയ ഇല്ല, അവിടെ ബ്ലോക്കിലാണ്. ബ്ലോക്കില്ല നിങ്ങളെ ബ്ലോക്കുള്ള സ്ഥലത്തൂടെ എവിടെ എത്തി? ബ്ലോക്കുള്ള സ്ഥലത്ത് എവിടെ എത്തി? അവളെങ്ങനെ അറിയാം നമ്മൾ പോവുകയാണെന്ന് എവിടെയെങ്കിലും? പോകണമെന്ന് ഞാൻ പറഞ്ഞില്ല. കണിയാപുരത്ത് ഇപ്പം ഞാൻ പറഞ്ഞ കണിയാപുരത്ത് പോകണം. 3 കിലോമീറ്റർ ചെന്നു. ഇനി നമുക്ക് എത്താൻ 5 കിലോമീറ്ററേ ഉള്ളൂ. 5.5 കിലോമീറ്റർ. 4:38 എത്തും. കിളിപ്പാടി ഇനി അങ്ങോട്ട് തിരിയേണ്ട നടക്കും തിരിയണ്ടല്ലോ. 3 കിലോമീറ്റർ പോകണം. സൈഡിലാണ് എത്തിയത്. സ്റ്റെപ്പുണ്ട്, 4 സ്റ്റെപ്പുണ്ട്. 4 സ്റ്റെപ്പുണ്ട്. അതച്ഛൻ കയറി പിടിച്ചു കൊടുക്കുമ്പോൾ ചവിട്ടി കയറി. അത് ശ്രദ്ധ മാറിപ്പോകുമ്പോ അവിടെ ചെന്നിട്ട് പരിചയമുള്ള ഒരാളിനെ കാണുകയും ചെയ്തു. ശ്രദ്ധ പോകുമ്പോ ശ്രദ്ധേ അത് ശ്രദ്ധ മാറ്റുമ്പോഴാണ് കാര്യം വരാത്ത. അല്ലാതെ വിചാരിച്ച് പറയുമ്പോഴൊന്നും കൃഷിമന്ത്രി പ്രസംഗിക്കുന്നു. കൃഷിമന്ത്രി പ്രസംഗിക്കുന്നത് എവിടെ? എന്താ മീറ്റിംഗ് എന്തിനാണ്?
Turn left. നമ്മൾ തോന്നിക്കൽ പ്രശ്നം തോന്നിക്കൽ റോഡ് സൈഡിൽ പോയി നിങ്ങൾ പറഞ്ഞായിരുന്നല്ലോ ലെഫ്റ്റ് ഒന്നും പറഞ്ഞില്ലല്ലോ. 100 മീറ്റർ കഴിഞ്ഞു. Second left. Continue for 100 meters. റൈറ്റ് ഇട്ടേക്കണം. റൈറ്റ് ഇട്ടേക്കണം. അങ്ങനെ കൈ ഇങ്ങനെ റൈറ്റ് എന്നിട്ട് കഴിച്ചൊരു ജംഗ്ഷൻ എന്നിട്ട് വലത്തോട്ട്. നീ എവിടെയാ വെച്ചേക്കുന്നത്? കണിയാപുരം എന്തോ വെച്ചേക്കുന്നത്? കണിയാപുരം ജംഗ്ഷൻ. കണിയാപുരം. ഇതായിരിക്കും തമ്പനയിലായിട്ട് വീട്ടിൽ ഫോട്ടോ സെലക്ട് ചെയ്യണം. നോക്കിയാൽ അതിൻ്റെ അപ്ലോഡ് ചെയ്യുന്നത് ആൽമരോണല്ല. സ്ഥലം തളിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം മധുര ദേവി ക്ഷേത്രത്തിലെ 200 meters, turn right at Ventura Junction onto Pothanpuri, Palipuram Road. വലിയപുരം പോത്തൻകോട്. പോത്തൻകോട്. Turn right at Ventura Junction onto Pothanpuri, Palipuram Road. പോത്തൻകോട് ഇത് നമ്മളറിയാന്നുള്ള റോഡിൽ ഒന്നും അറിയാൻ ഓ, ഇത് നമ്മൾ പോത്തൻകോട് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഒരു പാച്ചിറ. പാച്ചിറ എന്നല്ലേ? ആ റോഡാണ് കേട്ടോ. പാച്ചിറ. പോത്തൻകോടന്ന് കണിയാപുരം റോഡിൽ നിന്ന് ഇറങ്ങോട്ട് നമ്മൾ വലത്തോട്ട്. In 600 meters, turn left onto National Highway 66. നാഷണൽ ഹൈവേ എത്തി. പക്ഷേ നാഷണൽ ഹൈവേ 47 എവിടം വരെയാണ് അപ്പോഴും NH 47 66 ആയതെന്ന് പറഞ്ഞു. ഓ ഈ റോഡായി മറ്റേ ഇപ്പുറത്തൊന്ന് ഞാൻ അവിടെ നിന്ന് തെറ്റി വന്നില്ല. അപ്പുറത്ത് മെയിൻ റോഡ് കയറാക്കി വന്നു. ആ റോഡാണ് എവിടെ എന്ന് തോന്നുന്നു. മറ്റേ നമ്മൾ വരുമ്പം എയർപോർട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഇങ്ങോട്ട് തിരിയണം. മെയിൻ റോഡിൽ നിന്ന് തിരിയില്ലേ നമ്മൾ വെങ്ങാട്ടിലോട്ട് പോകാൻ. ആ റോഡ് അറിയാതെ എങ്ങി വന്നു. അതാണ് ഇത്. ആ റോഡ് തിരിയാൻ മറന്നു പോയപ്പോൾ. എന്നിട്ടുള്ള അടുത്ത തിരിയക്കൊണ്ടില്ല. പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. എത്തിക്കഴിഞ്ഞു. കൊല്ലം. അങ്ങനെ ഇനി 1 കിലോമീറ്റർ ഉള്ളൂ അവിടെ. കണ്ണൂർ അടുത്ത് 1 കിലോമീറ്റർ ഉള്ളൂ കണിയാപുരം. ജംഗ്ഷൻ. സോ 35 മിനിറ്റ് നമ്മളവിടെ നിന്ന് അല്ല മറ്റേ ട്രാഫിക് അല്ലേ ഇവിടെ എത്തി ഉടനെ ട്രാഫിക്. ചെറുതൂടെ പോകാൻ പറ്റും.
മരം മുറിച്ചോണ്ട് അറിയാൻ വയ്യ എന്നെ പെട്ടെന്ന് ഇനിയുള്ള സ്ഥലം അതുകൊണ്ട് ആ പമ്പ് കഴിഞ്ഞിട്ടാണ് റോഡ് പണി നടക്കും. മേജർ ശ്രീ തോന്നയ്ക്കൽ ദേവി ക്ഷേത്രം. ഓ തോന്നലോ. ഓണത്തിന് അത്രയും തോന്നിക്കില്ല.